ഹലോ, ഇന്ന് എണീക്കാൻ കുറച്ച് ലേറ്റായി പോയി. 10:30 മണിയായി. ഉറങ്ങിപ്പോയിട്ടാ. അപ്പോൾ ഉമ്മ കട്ട കലിപ്പിലുള്ള ഒരു ഉമ്മ എന്തോ ഇന്നലെ എന്തോ പറഞ്ഞ സ്ഥിതിക്ക് ഉമ്മ എന്തോ സ്പെഷ്യൽ സാധനം ഉണ്ടാക്കുന്നുണ്ട്. ഉമ്മ അല്ലേ ഉമ്മ എന്താ സ്പെഷ്യൽ സാധനം ഉണ്ടാക്കുന്നത്? മുട്ട വെച്ചിട്ടേ പച്ചരി വെള്ളത്തിലിട്ട് ഒരു ഗ്ലാസ് പച്ചരി എടുത്ത് വെള്ളത്തിലിടുക. രാത്രി ഇട്ട് വെക്കുക. ഉമ്മ രാത്രി ഒന്നും ഇട്ട് വെച്ചില്ല. ഉമ്മ ഒരു 6 മണിക്ക് എടുത്തിട്ട് നിസ്കരിക്കാൻ എടുത്തില്ലേ, അപ്പൊ ഉമ്മ ഇട്ടു. എന്നിട്ടത് നല്ലപോലെ മിക്സിയിൽ മൈ പോലെ അരക്കുക. മൈ പോലെ അരച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് അല്ല, ഒരു ഗ്ലാസ് അരി, ഒരൊറ്റ നാഴി അരി എടുത്തിട്ട് ഒരു നാഴി അരിക്ക് ഒരു കോഴിമുട്ട ചേർത്ത്. അപ്പോൾ ഒരു കോഴിമുട്ട, നല്ല ജീരകം, നല്ല എത്ര ഒരു 5-10 ചെറിയുള്ളി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടി അതിലിട്ടിട്ട് അടിക്കുക. നല്ലപോലെ കൺമഷി പോലെ അടിക്കണം. അടിച്ച് കഴിഞ്ഞിട്ട് നാളികേരം, പഞ്ചസാര, ഏലക്ക പൊടിച്ചത് ഇതാണ് ഉമ്മ. ഇങ്ങനെ വാഴത്തൂമ്പ് പോലെ സൽക്കാരത്തിനൊക്കെ കൊടുക്കല്ലോ. ഇങ്ങനെ 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 ഇല്ലേ, ഇതാ ഇങ്ങനെ ചുറ്റിക്കൂട്ടിട്ട് ഒറ്റ ഒരൊറ്റ തവളക്കന്നെ ഉള്ളു. നല്ല അടിപൊളി ടേസ്റ്റാ. നമ്മള് ഉണ്ടാക്കിയത് കണ്ടില്ലേ, കൈ കൊണ്ട് തന്നെ ഇതുപോലെ നോണ്ടിട്ട് ഇതാണ്. ഇങ്ങനെ അപ്പോഴേക്ക് നമ്മള് വെള്ളപ്പഞ്ഞിട്ടില്ലേ, ബാക്കി നമുക്ക് അത് വയ്ക്കാം. എന്നിട്ട് ഇങ്ങനെ നമ്മള് ഏലക്ക പൊടിച്ചതും പഞ്ചസാര, നാളികേരം ഉണ്ടാക്കി കഴിഞ്ഞ അവസാനിച്ച് ഇത് കൊറേ പേർക്ക് ഉണ്ടാക്കാൻ അറിയാലേ? ഉണ്ടാക്കാൻ അറിയാം. നാള് അവിടെ ഉണ്ടാക്കിയത് എനിക്ക് ഇഷ്ടമായില്ല. അപ്പൊ അവര് ഉണ്ടാക്കാനും പറഞ്ഞിട്ട് എന്നോട് ഉണ്ടാക്കാൻ പറഞ്ഞു കല്യാണ വീട്ടില്. അപ്പൊ ഉണ്ടാക്കാന്ന് പറഞ്ഞു പോയപ്പോ അവര് മൈദ കുഴച്ചിട്ട്, അല്ല മൈദയില് ഇതൊന്നും ചേർത്തിട്ടില്ല. നല്ല ജീരകവും ഇല്ല, ഉള്ളി ഇല്ല, മഞ്ഞൾപ്പൊടി, മുട്ടയും മാത്രം. അതാണ് നല്ല അങ്ങോട്ട് ബാക്കിലേക്ക് വലിച്ചു. എനിക്കിതറിയില്ല, അറിയാണ്ടല്ല, നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ അവര് ദോശ പോലെ പരത്തിയിട്ട് അതില് ഇതൊക്കെ വെച്ചിങ്ങാണ്ട് ചിറ്റി, മൈദ പഞ്ചസാരയും തേങ്ങയും വെച്ച് ചിറ്റി, ശരിക്കും ദോശ പോലെ അതില് ഇങ്ങനെ വെച്ച് ചിറ്റിയപ്പോ പച്ചരി മാവല്ലമ്മ ഇത് ശരിക്കും പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തി അരയ്ക്കണം. അല്ലാണ്ട് മൈദയിലൊന്നും അറിയില്ല. അപ്പൊ ഒന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും ഇത് മൊരിഞ്ഞു. ഇത് നമ്മൾ പച്ചരി, നാടൻ റേഷനരി പച്ചരി നമ്മൾ അരച്ചിട്ട് അതിൽ നല്ല ജീരകം, കോഴിമുട്ട, ചെറിയുള്ളി നല്ലോണം ചേർത്ത്, എത്ര ചെറിയുള്ളി ചേർത്തിന് അത്രയ്ക്കും ടേസ്റ്റ് കുറയല്ല. അത് നമുക്ക് ചൂടുമ്പോ നല്ലതിലുണ്ടെങ്കിൽ പിന്നെ അത് തളരൂല. അപ്പൊ ഒന്ന് കുഴഞ്ഞങ്ങനെ കിട്ടും. മുട്ട നമ്മള് 2 മുട്ട വേണമെങ്കിൽ ചേർത്താം, നാടൻ മുട്ടയോ കടയിലത്തെ മുട്ടയോ ഒക്കെ ചേർത്താം. പുതിയാപ്പിളക്കൊക്കെ കൊടുക്കുമ്പോ നാടൻ മുട്ടേനെ ചേർക്കും. കൂടുതലും പുതിയാപ്പിളക്കൊക്കെ കൊടുക്കും. പുതിയാപ്പിളക്ക് ഇത് പാലക്കാട് വന്നിട്ട് പുതിയാപ്പിളക്ക് സ്പെഷ്യൽ പലഹാരം കാലത്തണിച്ച് അവര് കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് പോകില്ലേ, പോയി ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ചെക്കൻ്റെ കൂട്ടുകാരൊക്കെ ആയിട്ട് അളിയനൊക്കെ ആയിട്ട് പെണ്ണിന്റെ വീട്ടിലേക്ക് വരുമ്പോ 5-6-8 തരം ഉണ്ടാവും. മെയിനായ പലഹാരം ഇതാണ്. ഇതിന്റെ ഉള്ളിൽ ഇത് പാലാടാന്ന് പറയും. മുട്ടപ്പാലാടാന്നും പറയും, പാലാടാന്നും പറയും. ഓരോ ഭാഗത്തും ഓരോ പേരാണ്. പിന്നെ ഇതിലെന്ത് ചെയ്യുന്നറിയോ, പുതിയാപ്പിളെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് വാഴയുടെ തൂമ്പുണ്ടാവില്ലേ, ചള്ള്, അത് ഇതിന്റെ ഉള്ളിൽ വെച്ച് ചിറ്റിയിട്ട് മാപ്പിളക്ക് വെച്ചു കൊടുക്കും. അത് പെണ്ണിന് കിട്ടുമോ ചെക്കന് കിട്ടുമോ എന്നറിയില്ല, അത് വെച്ചു കൊടുക്കും. അതൊരു ചെറിയൊരു ഇങ്ങനെ അങ്ങനെയുള്ള പലഹാരമാണത്. അടിപൊളി പലഹാരം, എല്ലാവർക്കും അറിയാത്തവര് ഇവിടെ ഉള്ളവർക്ക് പച്ചരിയിൽ ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഇവിടെ ഏകദേശം കണ്ടത് മൈദയിലാ. പക്ഷെ ഒരു ദിവസമെങ്കിലും പച്ചരിയിൽ 1 ഗ്ലാസ് അരി ഉണ്ടെങ്കിൽ അത്യാവശ്യം ഉണ്ടാക്കാം നമുക്ക്. 1 ഗ്ലാസ് പച്ചരി എടുത്ത് വെള്ളത്തിലിട്ടിട്ട് നല്ലപോലെ അരയ്ക്കുക. നല്ല ജീരകം, ചെറിയുള്ളി, മഞ്ഞൾപ്പൊടി, പഞ്ചസാര, തേങ്ങയിൽ ഒരു 2 ഏലക്ക പൊടിച്ചിട്ടാൽ മതി. എന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കി ഇതേപോലെ നൈസായിട്ട് പേപ്പറും കൂടി അത്രയ്ക്ക് അറിയുന്നവർക്ക്
അറിയുന്നവർക്ക് ഓക്കെയാണ്. പക്ഷെ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ലൊരു കറിയാ. പക്ഷെ പച്ചരിയില് ഞാൻ ഏകദേശം കണ്ടവരൊക്കെ മൈദയിലാണ്. പച്ചരി അരച്ചങ്ങനെ ഉണ്ടാക്കി ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടാക്കണവരുണ്ടാവും. ഇപ്പൊ നമ്മള് ഉണ്ടാക്കണില്ല. അപ്പൊ നമുക്ക് വീട്ടിലൊക്കെ കണ്ടിട്ട് മരമക്കൾക്കൊക്കെ ഉമ്മ ചെയ്ത് കൊടുക്കണം കണ്ടിട്ട് നമ്മൾ ഇതുപോലെ ചെയ്യണം. എപ്പോഴൊന്നും ഉണ്ടാക്കൂല, വല്ലപ്പോഴും. ഇപ്പോൾ സെഫിമോനും നീയൊക്കെ പറഞ്ഞില്ലേ അമ്മ പാലാട ഉണ്ടാക്കുന്നു. അപ്പോൾ ഇന്നലെ ഞാനത് വിചാരിച്ചു, എന്നും പത്തിരി, ദോശ, പുട്ട്, ചപ്പാത്തി ഒക്കെ അല്ലേ. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് എളുപ്പ പണിയാണ്. അതൊക്കെ ആകുമ്പോൾ ഇഷ്ടം പോലെ പണിയാണ്. അപ്പോൾ അങ്ങനെ ചെയ്തു. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നമ്മുടെ ട്രൈ ആക്കി നോക്കുക. ഇതാ ഇങ്ങനെ ചട്ടാകോ ഒന്നും വേണ്ട, കണ്ടില്ലേ? ഇതാണ് അരി അരച്ചിട്ട് ഉണ്ടാക്കിയതാണ്. മൈദയോ ഒന്നുമല്ല. സാധനം കിട്ടി. ഇതിനിപ്പോൾ ഒന്നും വേണ്ട, നമുക്കിപ്പോൾ എനിക്ക് കഴിക്കാനാണ്. അതുകൊണ്ട് അതൊന്നും വേണ്ട. നാളികേരവും നമുക്ക് പിന്നെ ഷുഗർ ഫ്രീ ആയതുകൊണ്ട് നമുക്ക് വേണ്ടാത്ത. അതെ, നമുക്ക് പിന്നെ അതൊന്നും വേണ്ട. വെറുതെ ചായയുടെ കൂടെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് ബാക്കി ഇതുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിച്ചു. ഇത് മൈദയിലൊക്കെ ആകുമ്പോൾ വല്ല ഇതിന്റെ ടേസ്റ്റ് മൈദ വരില്ല. പച്ചരിയില് വേർത്തിട്ട് ഭയങ്കര മഴ ഉണ്ടെങ്കിലും മറ്റേ ഇതിനൊരു പുഴുക്കത്തിനൊരു കുറവില്ലല്ലോ. പച്ചരിയില് ചെയ്യാത്തവര് ഒരു പ്രാവശ്യം ചെയ്ത് നോക്കുക. ഒരു മസ്റ്റ് ട്രൈ ഇട്ടാ എല്ലാരും ഒന്ന് മസ്റ്റ് ട്രൈ ആക്കണം കേട്ടത്. ഓക്കെ, അപ്പൊ ഉമ്മ അത് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഉണ്ടാക്കുന്ന ഗ്യാപ്പിൽ ഞാൻ ഒന്ന് കാണിച്ചതാണ് എല്ലാവരും കൊണ്ട്. ഇതൊക്കെ ഇങ്ങനെ ചുരുട്ടി കൂട്ടി മൈദയിലൊക്കെ ആവുമ്പോ അങ്ങനെയല്ല ഒട്ടും. എനിക്ക് നമുക്ക് നോക്കാം. അപ്പോ ഇത് വെച്ചാല് ഉമ്മ അത് ഉണ്ടാക്കിയപ്പോ തുടങ്ങിട്ടോ, കടയിലും വിറ്റ് തുടങ്ങിയപ്പോ. ശരി ശരി ശരി. അപ്പോൾ എന്തായാലും അറിഞ്ഞവര് ഓക്കെ, അറിയാത്തവര് എന്തായാലും മസ്റ്റ് ട്രൈ ആക്കുക, ഒന്ന് കഴിച്ചു നോക്കുക കേട്ടോ. അടിപൊളിയാണ്. ഇതൊരു പുതുമയല്ല, ഒരു പുതിയൊരു ഐറ്റം എന്നല്ല, പഴയ ഐറ്റം തന്നെയാണ്. അതിൽ അറിയുന്നവര് മാത്രം കേട്ടോ. അപ്പോൾ വേറെ എന്തൊക്കെയാ പറയാനുള്ളത് നമുക്ക്? വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ബെല്ലൈക്കനൊക്കെ അടിച്ചു പൊട്ടിക്കാൻ പറഞ്ഞു. ആദ്യമായി കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇതുപോലൊരു വീഡിയോ വീണ്ടും വരാം ഇൻഷാ അല്ലാഹ്. പഴയ കുക്കിങ്ങിന്റെ ഇതന്നെ വീണ്ടും തന്നെ എടുത്ത് ഇനി ഓരോ കുക്കിങ്ങൊക്കെ നമ്മളിതിൽ കൂടി കാണും. അപ്പൊ ഇൻഷാ അല്ലാഹ് കുക്കിംഗ് ആണെങ്കിലും വീടുപരമായിട്ടും ട്രാവൽ പരമായിട്ടും ഇൻഷാ അല്ലാഹ് ഒക്കെ നമുക്ക് ഉൾപ്പെടുത്താം. അപ്പോൾ ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് 10 മണിയായി. ആയ ശേഷം അപ്പോഴേക്കും ഉമ്മ കാലത്ത് എപ്പ അടിച്ചെന്നറിയോ? സുബൈക്ക് അടിച്ചതാ. ഇവർക്കൊക്കെ എനിക്ക് എല്ലാ സാധനം ആകണം. ചെയ്തൊക്കെ തരും, പണികളൊക്കെ ചെയ്തുതരും. എന്റെ തിരക്ക് ഇറച്ചി അതും ഇതൊക്കെ നല്ല തിരക്കുണ്ടാകുമ്പോ സവാള അരിഞ്ഞരും തക്കാളി അരിഞ്ഞരും പണികളൊക്കെ ചെയ്തുതരും രണ്ടാളും. കുഴപ്പമൊന്നും. അപ്പൊ അങ്ങനെ കേട്ടാ. അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങൾ കേട്ടാ. അപ്പൊ നമ്മുടെ ഇനി വീട്ടിലെടുക്കുന്ന കുറെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പൊ ഓക്കെ, ബൈ ബൈ അമ്മ. ബൈ. നമുക്ക് നല്ലൊരു മഴ വരുന്നുണ്ടെന്ന് തോന്നുന്നു. എനിക്കത് എടുത്തിങ്ങില്ലടാ, എടുത്തിങ്ങ പോലെ 2 മണിക്ക് വരുന്നുണ്ട്, എല്ലാരും കാണണം. 2 മണിക്ക് വീഡിയോ വരുന്നുണ്ടല്ലേ. ചിലപ്പോൾ ഇത് പോസ്റ്റ് ചെയ്യപ്പോ നാളെ ആയിരിക്കും. അപ്പൊ ഇത് പോസ്റ്റ് ചെയ്യുന്ന നാളെ ആയിരിക്കും. അപ്പൊ ഒരു വീഡിയോ നമ്മൾ ഉണ്ടാവും പറയണം. വീഡിയോ ഇടുന്നുണ്ട് ഇന്ന് 2 മണിക്ക്. ഇന്ന് 2 മണിക്ക് വീഡിയോ ഇടുന്നുണ്ട്. ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ പോയിട്ട് കാണാം കേട്ടാ. ഈ വീഡിയോ ഇടുന്നത് അപ്ലോഡ് ചെയ്യുന്നത് നാളെ അപ്ലോഡ് ചെയ്യാം. കാണാം. ഓക്കെ, ബൈ. നല്ല മഴയ്ക്കുള്ള കോളുള്ള പോലെ ഉണ്ട് കേട്ടാ. എന്താ നോക്കിയേ, പക്ഷേ നോക്കിയേ നല്ല മഴയ്ക്കുള്ള കോളും കാര്യമൊക്കെ ഉണ്ട്. പക്ഷെ ഒരു എന്താ പറയാ, പുഴുക്കത്തിനൊരു കുറവില്ല. ഭയങ്കര പുഴുക്കാന്നേ, ഭയങ്കര. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, നമ്മളിങ്ങനെ ഒരു മറ്റേ വീടിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ വീട് സെയിലോട് കണ്ടെന്നിട്ട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ കുറേ പേര് എൻക്വയറി ഉണ്ടായിരുന്നു, കുറേ പേർക്ക് ആവശ്യമുണ്ട്. കാരണം വീട് എന്ന് പറയുന്നത് നമ്മുടെ മലയാളികളിലല്ല, നമ്മുടെ തന്നെ ഒരു മനുഷ്യന്മാരുടെ ഒരു സ്വപ്നമാണ് വീട് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് മലയാളികൾ എന്ന് പറയുമ്പോൾ വീട് എന്ന് പറഞ്ഞ സ്വപ്നമാണ്. അപ്പോൾ ഞാൻ വീടും കാര്യമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിലൊക്കെ ഒരു എന്താ പറയുക, ചെറിയ പൈസ കിട്ടുന്ന രീതിയിലും അല്ലാത്ത രീതിയിലൊക്കെ ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ റെസ്പോൺസ് വന്നിട്ട് ആൾക്കാരൊക്കെ കുറേ പേര് വിളിച്ചു, സംസാരിച്ചു, പോയി കണ്ടു, ഒക്കെ ഇഷ്ടപ്പെട്ടു ഒക്കെ. എന്തായാലും ഞാൻ വീഡിയോ ഇടുന്നതിന് കുറേ ഉപകാരം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന നമ്മൾ ചെയ്യും. അതേപോലെ തന്നെ എന്താ പറയുക, ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ അത്രയും വലിയ സന്തോഷമല്ലേ. അപ്പോൾ അങ്ങനെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ കുറേ വീഡിയോസൊക്കെ കുറേ പേർക്ക് ഉപകാരപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ഫോളോ ചെയ്ത് വെക്കുക. ഓക്കെ, നമ്മുടെ ഫേസ്ബുക്ക് ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ഇൻസ്റ്റ ആണെങ്കിലും ഒക്കെ ഫോളോ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ കുറേ വീഡിയോസൊക്കെ വരും കേട്ടോ. വീട് സംബന്ധിച്ചിട്ടും കുറേയൊക്കെ വരും ഇൻഷാ അല്ലാഹ്.
അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസ് ആയിട്ട് പിന്നെ വരാം. ബൈ. നമ്മുടെ വെറൈറ്റി സാധനം ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് നേരെ നമുക്കിതാ അമ്മ പറഞ്ഞ മാതിരി ഇങ്ങനെ പഠിച്ചിട്ട് ഒറ്റപ്പെടാം.